ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ആരി വർക്ക് ട്യൂട്ടോറിയലിന്റെ സെക്കൻഡ് വീഡിയോയിൽ കേർവ്ഡ് ലൈനിലും കോർണേഴ്സ് വരുന്ന ലൈനിലുമായിരുന്നു ചെയിൻ സ്റ്റിച്ച് ചെയ്തു നോക്കിയത്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറെന്റ് ഷേപ്സിൽ ചെയ്ത് പഠിക്കാം. ഞാനിവിടെ സർക്കിള്, സ്ക്വയർ, ട്രയാങ്കിൾ, ഹാർട്ട് ഷേപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ നിങ്ങളും ഡിഫറെന്റ് ഷേപ്സ് വരച്ച് അതിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഷേപ്സ് വേണേലും ചൂസ് ചെയ്യാം. ലീവ്സ് ഒക്കെ വരച്ചിട്ട് അതിലും പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇവിടെ സ്ക്വയറിലും ട്രയാങ്കിളിലും കോർണേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ കോർണേഴ്സ് വരുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ എങ്ങനെയാ ചെയ്തെടുക്കാന്ന് ആരി വർക്ക് ട്യൂട്ടോറിയലിന്റെ സെക്കൻഡ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ ചാനലൊന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ. എന്നിട്ട് ഈ ഷേപ്സ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്താൽ ഇതുപോലുള്ള കാലിഗ്രഫി ആൽഫബറ്റ്സ് ഒക്കെ കിട്ടും. ഇതും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ നല്ലതാണ്. ഇതിൽ ഒത്തിരി കേർവ്സ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസും കിട്ടും. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ട് വേഗത്തിൽ എങ്ങനെയാ ട്രേസ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വേണ്ട ഇമേജ് എടുത്തിട്ട് എത്ര സൈസ് ആണോ വേണ്ടത് അത് സെറ്റ് ചെയ്തിട്ട് ഫോണിന്റെ ബ്രൈറ്റ്നസ് ഫുള്ളാക്കി വെക്കാം. എന്നിട്ട് ക്ലോത്തിന്റെ താഴെ എവിടെയാണോ നമുക്ക് വരച്ചെടുക്കേണ്ടത് അവിടെ വെച്ചിട്ട് വരച്ചെടുക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ കൈ വരയ്ക്കുന്നതിനിടയിൽ സ്ക്രീനിൽ ടച്ച് ആയാൽ ഇമേജ് മൂവ് ആകും. അപ്പോൾ മാക്സിമം സ്ക്രീനിൽ ടച്ച് ആവാതെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇമേജ് മൂവ് ആകാതെ വരയ്ക്കാൻ ഒരു ടിപ്പ് കൂടി ഉണ്ട്. നമുക്ക് വേണ്ട ഇമേജിന്റെ സൈസ് ഫിക്സ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് ഫോണിലെ വാൾപേപ്പറായി സെറ്റ് ചെയ്യാം. എന്നിട്ട് ആദ്യം പറഞ്ഞ പ്രോസസ്സിലൂടെ തന്നെ ട്രേസ് ചെയ്തെടുത്താൽ മതി. ഇത് രണ്ടുമല്ലാതെ നിങ്ങൾക്ക് ട്രേസിംഗ് ആപ്പുകൾ യൂസ് ചെയ്യാം. പേപ്പർ കോപ്പി, ട്രേസിംഗ്, പേപ്പർ സ്കെച്ചിങ്, ഇതൊക്കെ ട്രേസിംഗ് ആപ്പുകളാണ്. ഇതും ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് വേണ്ട ഇമേജിന്റെ സൈസ് ഫിക്സ് ചെയ്തിട്ട് അത് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇമേജ് മൂവ് ആകുമെന്നുള്ള പേടിയും വേണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസിൽ ചെയിൻ സ്റ്റിച്ച് ഇട്ട് ചെയ്യാട്ടോ. നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഇതുപോലെ ത്രെഡ് വലിച്ചിട്ട് വരാതെ സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ നീഡിലിന്റെ ആ ടിപ്പ് വെച്ചിട്ട് ത്രെഡ് വലിക്കരുത്. ത്രെഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പകരം നീഡിലിന്റെ ഈ തിക്നെസ് കൂടിയ ഭാഗം കണ്ടു, ത്രെഡ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വലിച്ചെടുക്കാം. ഓക്കെ, ആ ഒരു ലൈനിന്റെ എൻഡിൽ വന്നിട്ട് ഒരു കുഞ്ഞ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ചെയ്തു പോരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു എൻഡ് നോട്ട് ഇട്ട് കൊടുത്തിട്ട് താഴേക്ക് ചെയ്തു പോരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലവർ ഡിസൈൻസ് ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഇതും ഞാൻ നേരത്തെ കാണിച്ച മെത്തേഡിൽ ട്രേസ് ചെയ്തെടുക്കാം.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ഓരോ പെറ്റൽസ് കഴിയുമ്പോഴും എൻഡ് നോട്ട് ഇട്ട് കൊടുത്തിട്ട് അടുത്ത പെറ്റൽ ചെയ്യാം. ഞാനിപ്പോൾ എൻഡ് നോട്ട് കൊടുക്കാതെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം സിംഗിൾ ആയിട്ടുള്ള ഇമേജുകളാണ്. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡിസൈൻസ് ചെയ്തു തുടങ്ങാം. ഇതിലെ ഫ്ലവേഴ്സും ലീവ്സും ഒരുമിച്ച് വരുന്നത് കണ്ടോ, ഇതുപോലുള്ള കമ്പൈൻഡ് ഡിസൈൻസ് എടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആരി വർക്ക് ചെയ്ത് പഠിക്കാൻ ഡെയിലി 2 hours എങ്കിലും മാറ്റിവെക്കുക. ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ സ്പീഡും ഇമ്പ്രൂവ് ആകും. അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.